أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وإذا قيل لهم اتقوا ما بين أيديكم وما خلفكم لعلكم ترحمون وما تأتيهم من آية من آيات ربهم إلا كانوا عنها معرضين وإذا قيل لهم അവരോട് പറയപ്പെട്ടാൽ ഇത്തഖൂ നിങ്ങൾ സൂക്ഷിക്കുക മാ ബൈന ഐദീക്കും നിങ്ങൾക്ക് മുന്നിലുള്ളതിനെ വമാ ഖൽഫക്കും നിങ്ങൾക്ക് പിന്നിലുള്ളതിനെയും എന്ന് അവരോട് പറയപ്പെട്ടാൽ ലഅല്ലക്കും തുർഹമൂൻ നിങ്ങൾക്ക് അപ്പോഴേ കരുണ ലഭിക്കുകയുള്ളൂ എന്ന് പറയപ്പെട്ടാൽ അവർ തിരിഞ്ഞു പോകും എന്നർത്ഥം. വൈദാ ഖീല ലഹും അവരോട് പറയപ്പെട്ടാൽ ഇത്തഖൂ നിങ്ങൾ സൂക്ഷിക്കുക ബൈന ഐദീക്കും മാ ഒരു വിപത്തിനെ നിങ്ങൾ സൂക്ഷിക്കുക ബൈന ഐദീക്കും നിങ്ങൾക്ക് അഭിമുഖീകരിക്കാനുള്ള വമാ ഖൽഫക്കും നിങ്ങൾ പിന്നിട്ടുപേക്ഷിക്കുന്ന ഈ നശ്വര ദുനിയാവിനെയും രണ്ടിനെയും ഇടയിൽ നിങ്ങൾ കാര്യത്തെ ഉരുത്തിരിഞ്ഞ് മനസ്സിലാക്കുക ലഅല്ലക്കും തുർഹമൂൻ അപ്പോഴേ നിങ്ങൾക്ക് കരുണ ലഭിക്കുകയുള്ളൂ എന്ന് പറയപ്പെട്ടാൽ അവർ സ്വീകരിക്കൂല. മനുഷ്യൻ രണ്ട് കാര്യത്തിന് എപ്പോഴും ശ്രദ്ധിക്കണം. അവൻ രണ്ടിൻ്റെ ഇടയിൽ സമഞ്ജസമാണ് അവൻ്റെ ജീവിതം. ഏതാണ് രണ്ട് കാര്യം? ഒന്ന്, അവൻ അഭിമുഖീകരിക്കാൻ പോകുന്ന വിപത്ത്. രണ്ട്, അവൻ പിന്നിട്ടുകൊണ്ടിരിക്കുന്ന ദിവസങ്ങളും നശ്വരതയും. അവൻ പിന്നിലാക്കുന്നത് ദുനിയാവിനെയാണ്. ഓരോ ദിവസത്തെയും സെക്കൻഡിനെയും നമ്മൾ പിന്നിലാക്കുകയാൽ അത് നമുക്ക് തിരിച്ചു വരില്ല. അത് നമ്മുടെ അളവിൽ നിന്ന് ചുരുങ്ങിക്കൊണ്ടിരിക്കുകയുമാണ്. അതിന് കേവലം നശ്വരതയാണ്, അതൊരിക്കലും നിലനിൽക്കുകയുമില്ല. വരാനുള്ളത് എന്താകണം? വരാനുള്ളത് ഒരു മഹാവിപത്താണ്. എന്താണെങ്കിലും വിപത്താണ് എന്നവരോട് പറയപ്പെട്ട അപ്പോഴേ നിങ്ങൾക്ക് അത് സൂക്ഷിക്കുന്നവർക്ക് കരുണ ഉണ്ടാവുള്ളൂ എന്ന് പറയപ്പെട്ടാൽ അവർ സ്വീകരിക്കൂല. മനുഷ്യൻ എന്ത് ചെയ്യണം? ഈ രണ്ട് കാര്യത്തെ അവൻ ശ്രദ്ധിക്കണം. ഒന്നവൻ്റെ മുന്നിൽ വരാനുള്ള ഒരു വിപത്ത്, ഒന്ന് മരണം തന്നെ. ഇതാ കൈലോ ഒന്നുകൂടി ആയത്തിലേക്ക് പോകും. ഇപ്പൊ ഒന്നുകൂടി നിങ്ങൾക്ക് വ്യക്തത കിട്ടും. വൈദാഖീലലഹും അവരോട് പറയപ്പെട്ടാൽ ഇത്തഖൂ നിങ്ങൾ സൂക്ഷിച്ചു ജീവിക്കുവീൻ മാ ഒരു വിപത്തിനെ ബൈന ഐദീക്കും നിങ്ങൾക്ക് മുന്നിൽ നിങ്ങൾ അഭിമുഖീകരിക്കുന്ന വിപത്ത്. അതെന്തൊക്കെയാ? അതൊന്ന് മരണം തന്നെ, രണ്ട് ഖബർ തന്നെ, മൂന്ന് സുഹാല് തന്നെ, മൂന്ന് വളരെ ദായിമായ ബർസഖ് തന്നെ, പിന്നെയോ കാഹളത്തിലുള്ള ഊത്ത് തന്നെ, പിന്നെ നിങ്ങൾ 50,000 കൊല്ലമുള്ള ഒരുമിച്ച് കൂടി നിൽക്കൽ തന്നെ, പിന്നെയോ വിചാരണ തന്നെ, പിന്നെയോ നിങ്ങൾ നരകത്തിൻ്റെ മുകളിൽ സ്ഥാപിക്കപ്പെടുന്ന 3000 കൊല്ലം കിടക്കേണ്ട സിറാത്ത് പാലം തന്നെ. ഇതാണ് മാ ബൈന ഐദീക്കും. മാ ഖൽഫക്കും നിങ്ങൾക്ക് പിടിച്ചാ കിട്ടാതെ നഷ്ടപ്പെട്ടു പോകുന്ന ദിനങ്ങളെയും. മാ ഖൽഫക്കും ദുനിയാവ്, അതെപ്പോഴും മാ ഖൽഫക്കാണ്. മാ ഖൽഫ നിങ്ങളെ പിന്നിലാക്കുന്നത്. നിങ്ങൾ ഓരോ സെക്കൻഡും അതിനെ പിന്നിലാക്കുക. അപ്പോൾ അതിനൊക്കെ പിടിച്ചാൽ കിട്ടൂല. അത് കഴിഞ്ഞ് അവിടെ അങ്ങനെയല്ല. അവിടെ നഷ്ടപ്പെട്ടു പോകുക എന്നൊരു സംഗതി അവിടെ ഇല്ല. എവിടെ? സ്വർഗത്തിൽ. അവിടെ അള്ളാഹു എത്തിക്കച്ച് കഴിഞ്ഞാൽ പിന്നെയോ രണ്ടുമില്ല. എന്തുമില്ല. സുഖവും ദുഃഖവും അവിടെ നഷ്ടപ്പെടൂല. സുഖവും നഷ്ടപ്പെടൂല, ദുഃഖം നഷ്ടപ്പെടൂല. നഷ്ടപ്പെടാത്ത പ്രശ്നം സ്വർഗത്തിലില്ല. പൊയ്പോകുക എന്നുള്ള ഭാഗ്യം നരകത്തിലും ഇല്ല. നരകം എന്ന് പറഞ്ഞാൽ ഒരു ഇന്നത്തേക്കാൾ ഭയാനകവും നാളത്തേക്കാൾ ഭയാനവും മറ്റന്നാൾ. അങ്ങനെ എടുക്കും. ഒരാളെ നരകത്തിലിട്ടിട്ട് 100 കൊല്ലം കഴിഞ്ഞിട്ട് അയാൾ അഭിമുഖീകരിക്കുന്ന ശിക്ഷയിലേക്ക് ചേർത്ത് നോക്കിയാൽ 1-ാം ദിവസം അയാൾ നരകത്തിൽ അഭിമുഖീകരിക്കുന്ന ശിക്ഷ ഒന്നുമില്ലാണ്. എത്ര ഇരട്ടിയോ? പടിപടിയായി നിങ്ങൾ കേറിക്കൊണ്ടേയിരിക്കും നരകത്തിൽ. അങ്ങനെയാ ആയിട്ടുണ്ടല്ലോ. ഇന്ന ജഹന്നമ കാനത് മിർസാദ
للطاغين مآبا لابثين فيها أحقابا لا يذوقون فيها بردا ولا شرابا إلا حميما وغساقا جزاء وفاقا إنهم كانوا لا يرجون حسابا وكذبوا بآياتنا كذابا وكل شيء أحصيناه كتابا فذوقوا فلن نزيدكم إلا عذابا. ഞാൻ ആയത്തിന്റെ അർത്ഥം കേട്ടോ. ഇന്ന ജഹന്നമ, തീർച്ചയായും ജഹന്നം, കാനത്ത് അതായിരിക്കുന്നു, മിർസ്വാദൻ മിർസ്വാദൻ നിരീക്ഷിക്കപ്പെടുന്ന സ്ഥലമായിരിക്കുന്നു, അല്ലെങ്കിൽ അകപ്പെടുത്തപ്പെടുന്ന സ്ഥലമാണ്. ലിത്വാഗീന അതിര് വിട്ട് ജീവിച്ചവരെ, ലിത്വാഗീന മആബ അതിര് വിട്ട് ജീവിച്ചവർക്കുള്ള അവസാന അഭയകേന്ദ്രവും. അല്ലാഹു കാക്കട്ടെ. പിന്നെ ലാ യദൂഖൂന ഫിഹാ, നരകത്തിൽ അവർ അനുഭവിക്കുകയില്ല ബർദൻ ഒരു തണുപ്പിനെയോ വലാ ശറാബൻ ഒരു കുടിനീരിനെയോ, ഇല്ല ഇല്ലാ ഹമീമൻ വഗസാഖാ. നരകത്തിൽ നിങ്ങൾ ഒന്നിന് ഒരു തണുപ്പിനെയോ ഒരു കുടിനീരിനെയോ അനുഭവിക്കുകയില്ല. ഇല്ല ഹമീമൻ, ഇല്ല ഹമീമൻ, ഹമീം എന്ന പാനീയമല്ലാതെ. ഹമീമൻ എന്ന പാനീയം തിളപ്പിക്കപ്പെടുന്ന നിലയിൽ സൃഷ്ടിക്കപ്പെട്ട പാനീയ. സ്വയം എന്താവും? തിളക്കും. അതിന് എന്ത് വേണ്ട? തീ എത്തിക്കണ. അതിന് പഠിച്ചത് എങ്ങനെയാണ് തിളക്കണം? അതെന്നും തിളക്കിയിരിക്കും. മനസ്സിലായില്ല? തണിയൂല. കാരണം അതിന്റെ സൃഷ്ടിപ്പന്നെന്താ? സ്വയം തിളക്കലാണ്. സ്വയം ചൂടിൽ തിളക്കുന്നതായി സൃഷ്ടിക്കപ്പെട്ട പാനീയമാണ് എന്ത്? ഹമീം. ഹമ്മ, ഹുമ്മ, ഹുമ്മ പനി, ഹുമ്മ പനി. ഹമീം ചൂടാണല്ലോ പനി. മനസ്സിലായില്ലേ പറഞ്ഞത്? ഹുമ്മ പനി, ഹമീം എന്ന് പറഞ്ഞാൽ ചൂടിലുണ്ടാക്കിയത്. എന്താണ് അതെന്താ? മനസ്സിലായില്ലേ? ഹമീം പറഞ്ഞാൽ, ഹമീം പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാക്കിയതാണ്? ചൂട്. നമ്മളെ ഇന്നത്തെ വെള്ളത്തിനെ നമ്മൾ എന്ത് ചെയ്യാണ്? ചൂടാക്കാണ്. അപ്പോൾ തീ നിൽക്കുമ്പോൾ മാത്രമേ ഇത് എന്താവുള്ളൂ? ചൂടാണ്. തുയ്യാൻ വിട്ട ഓരോ സെക്കൻഡ് അത് പഴയ അവസ്ഥയിലേക്ക് പിരിഞ്ഞു. ഹമീം അങ്ങനെയല്ല. ഹമീമിനെ പഠിച്ചാൽ എങ്ങനെയാ? ഇങ്ങനെയാണ്. ഹമീമിനെ തണുക്കാൻ പറ്റൂല. നമ്മളെ വെള്ളത്തിന് ചൂടാകാൻ പറ്റാത്ത പോലെ നമ്മളെ വെള്ളത്തിന് ഒരു ബാഴ്സ്, ഒരു പ്രേരണ ഇല്ലാതെ സ്വയം ചൂടാകാൻ കഴിയില്ല. ഹമീമിനോ തണുക്കാൻ പറ്റൂല. ഹമീമിന് തണുപ്പ്. കാരണം ഹമീമിനെ അന്ന് പഠിച്ചത് എങ്ങനെയാ? ചൂടായത്. തിളക്കന്നെ. അതുകൊണ്ടാണ് നരകത്തിന് ദൂരെ, നരകത്തിൽ തീ കിടക്കുന്ന ആളുകൾക്ക് ദൂരെ വെള്ളം കാണും. അവർ വെള്ളത്തിലേക്ക് ഓടും. വെള്ളത്തിൻ്റെ അടുത്തെത്തിയാൽ അടുത്തിടത്തിനോട് കൂടെ തന്നെ തതീഹു ജുലൂദുഹും വൽഹുമുഹും, അതിൻ്റെ അടുത്തേക്ക് അടുക്കുമ്പോഴത്തേനെ തൊലി ഇങ്ങനെ ഉരുകി വീഴും. ഇവരുടെ തൊലി ഇങ്ങനെ ഒഴുകി വീഴും. പിന്നെ അവരുടെ ഇറച്ചിയും പിന്നെ അസ്ഥിപഞ്ജരമായി തീയിലേക്ക് തിരിച്ചോടും. വീണ്ടും അവർ തീ പ്രവേശിക്കുമ്പോഴത്തേനെ അവരെ വീണ്ടും തോലും ഇറച്ചിയും മൂടും. വീണ്ടും അവർ നരകത്തിൽ കിടക്കും. അപ്പോൾ അവർക്ക് വീണ്ടും എന്തുണ്ടാവും എന്നറിയോ? വെള്ളത്തിനെ കാണുമ്പോൾ വീണ്ടും ദുന്യാവിലെ ഓർമ്മ വരും. എന്താ ദുന്യാവിലെ ഓർമ്മ? ഏത് ചൂടുള്ളവും കുറച്ച് കഴിഞ്ഞാൽ തണുക്കുമല്ലോ. അപ്പൊ ഇപ്പോൾ തണുത്തിട്ടുണ്ടാവും എന്ന് വിചാരിച്ചിട്ട് അവര് പിന്നോടും. അവിടെ ചെല്ലുമ്പോൾ പിന്നെ അത് തണുത്തിട്ടില്ല, പിന്നെയും തിരിച്ചോടും. അവിടെ എത്തുമ്പോഴത്തേന് അവരുടെ തൊലി ഉരുകി വീടും. പിന്നെ എന്തും മാംസവും. പിന്നെ അസ്ഥിപഞ്ചരായി തിരിച്ചോടും. അങ്ങോട്ടും ഇങ്ങോട്ടും തന്നെ. അതാണ് അർറഹ്മാനിൽ യതൂഫൂന ബൈനഹാ വബൈന ഹമീമിൻ ആൻ ഫബിഅയി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. യതൂഫൂന അവർ തവാഫ് ചെയ്യും. ബൈനഹ തീയിന്റെയും വബൈന ഹമീമിൻ ആൻ തിളച്ചുകൊണ്ടിരിക്കുന്ന ഹമീം വെള്ളത്തിന്റെയും ഇടയിൽ. അല്ലേ? എവിടെ ഓത്
യതൂഫൂന ബൈനഹാ വബൈന ഹമീമിൻ ആൻ ഫബിഅയ്യി ആലാഇ റബ്ബികുമാ തുകദ്ദിബാൻ. യതൂഫൂന അവർ തവാഫ് ചെയ്തുകൊണ്ടിരിക്കും, ബൈനഹാ തീയിന്റെ ഇടയിലും വബൈന ഹമീമിൻ ആൻ തിളച്ചുകൊണ്ടിരിക്കുന്ന ഹമീം വെള്ളത്തിന്റെ ഇടയിലും. അല്ലാഹു നമ്മളെ കാക്കട്ടെ. അതാണ് നരകം, നരകത്തിലെ വെള്ളം അതാണ്. പിന്നെ ലാ യദൂഖൂന ഫീഹാ ബർദൻ വലാ ശറാബാ ഇല്ലാ ഹമീമൻ വഗസ്സാഖാ. ഒരു വെള്ളവും ഒരു കുടിനീരും അവരവിടെ അനുഭവിക്കുകയില്ല. ഇല്ല ഹമീമൻ, ഹമീം വെള്ളത്തെ അല്ലാതെ. ഹമീം വെള്ളം എന്നാൽ സ്വമേധയാ തിളപ്പിക്കപ്പെട്ട ആ വെള്ളം. വഗസ്സാഖൻ, വസ്സാഖ് എന്ന മലിന ജലമല്ലാതെയും. അന്തനു മിനൽ മായി, നീരായ വസ്തുക്കളിൽ ഏറ്റവും നാറ്റമുള്ളത് വസ്സാഖാണെന്ന പുണ്യ റസൂൽ. ലൗ അന്ന ദൽവൻ മിനൽ വസ്സാഖി ഉഹ്രിഖ ഇല ദുനിയാ ലഉൻതിനാ അഹ്ലു ദുനിയാ മിൻ യൗമി ഉഹ്രിഖ ഇലാ യൗമിൽ ഖിയാമ. ഒരു ബക്കറ്റ് വസ്സാഖ് എന്ന വെള്ളം ഭൂമിയിൽ ഒഴിക്കപ്പെട്ടാൽ ഒഴിച്ചത് മുതൽ ഖിയാമത്ത് നാൾ വരെ ദുനിയാവിലുള്ള മുഴുവനും ജനങ്ങൾ നാറ്റം അനുഭവിക്കേണ്ടി വരുമെന്ന് പുണ്യ റസൂൽ. അതാണ് വസ്സാഖ്. ഒന്നുകൂടി ഞാൻ ഹദീസ് പറഞ്ഞുതരാം. ലൗ അന്ന ദൽവൻ മിനൽ വസ്സാഖി ഉഹ്രിഖ ഇല ദുനിയാ ലഉൻതിനാ അഹ്ലു ദുനിയാ മിൻ യൗമി ഉഹ്രിഖ ഇലാ യൗമിൽ ഖിയാമ എന്ന് പുണ്യ റസൂൽ. ഹദീസ് എഴുതി വെക്കേണ്ടവർക്കുള്ള സുഖത്തിനാണ് ഞാൻ അങ്ങനെ വൃത്തിയാക്കി പറഞ്ഞു തരുന്നത്. അപ്പൊ അതാണ് ഇല്ലാ ഹമീമൻ വഗസ്സാഖാ. അവരെ അഭിമുഖീകരിക്കുകയില്ല, അവരവിടെ അഭിമുഖീകരിക്കുകയില്ല, അവരവിടെ രുചി അനുഭവിക്കുകയില്ല, ഒരു തണുപ്പും ഉണ്ടാവില്ല, ഒരു നീരും അനുഭവിക്കൂല. ഇല്ല ഹമീം എന്ന വെള്ളമല്ലാതെയും വസ്സാഖ് എന്ന വെള്ളമല്ലാതെയും. അല്ലാഹു കാക്കട്ടെ. പിന്നെ പൂർത്തിയായ പ്രതിഫലം, യോജിച്ച പ്രതിഫലം കുതിര വിട്ടവർക്ക് തന്നെ വേണ്ട. ഇന്നഹും, നീ അവരെ ചാർജ് ഷീറ്റ്, ഇന്നഹും കാനു ലാ യർജൂന ഹിസാബ. ഇങ്ങനെ ഒരു കണക്കുണ്ടാകും, കണക്കെടുപ്പ് ഉണ്ടാകുമെന്ന ഒരു പ്രതീക്ഷയും ഇവർക്കുണ്ടായിരുന്നില്ല. ഇന്നഹും, തീർച്ചയായും ഇവർ കാനു ആയിരുന്നു, ലാ യർജൂന ഒരു പ്രതീക്ഷയും ഇല്ലാത്തവരായിരുന്നു, ഹിസാബൻ കണക്കെടുപ്പ് നാളിനെ. ഇങ്ങനെ കണക്കെടുപ്പ് ഉണ്ടാകുമെന്ന ചിന്ത ഇവർക്ക് ഉണ്ടായിരുന്നില്ല. അല്ലാഹു കാക്കട്ടെ. പിന്നെ وكذبوا بآياتنا كذابا. وكذبوا അവർ നിഷേധിക്കുകയും കളവാക്കുകയുമായിരുന്നു. ബിആയാതിന നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ കൊണ്ട് അവർ കളവാക്കിയതായിരുന്നു. കിസാബൻ ഒരു തരത്തിലുള്ള കളവാക്കൽ. എത്ര പറഞ്ഞു കൊടുത്താലും സ്വീകരിക്കൂല, അവരംഗീകരിക്കൂല. അവരെന്തെങ്കിലും ഒഴിവ് പറഞ്ഞാൽ ഇന്ന് മാറും. അങ്ങനെയായിരുന്നു അവര്. പിന്നെ വകുല്ല ശൈഇൻ അവർ ചെയ്തു വെച്ച എല്ലാ കാര്യമാകട്ടെ അസ്വൈനാഹു അതിനെ നാം ക്ലിപ്തപ്പെടുത്തിയിരുന്നു. കിതാബൻ അവരെ കുറിച്ചുള്ള ഗ്രന്ഥത്തിൽ. അവരെന്തൊക്കെ ചെയ്തിട്ടുണ്ട്, എന്തൊക്കെ നിഷേധിച്ചിട്ടുണ്ട് എന്നൊരു കിതാബിൽ വ്യക്തമായി ഇത്. ഇന്ന് അവരുടെ FIR പൂർണ്ണമായി അവർക്കെതിരാണ്. ഇന്ന് അവർക്കൊരു നിർവാഹവും ഇല്ല. അല്ലാഹു നമ്മളെ കാക്കട്ടെ. വകുല്ല ശൈഇൻ അസ്വൈനാഹു കിതാബ. അടുത്തായത് അഷദ്ദു ആയത്തിൻ ഫിൽ ഖുർആനി ഹാദിഹിൽ ആയ. ഖുർആനിലെ ഏറ്റവും കഠോരമായ ആയത്ത് ഇനിയുള്ള ആയത്താണ് ഇത്. ഈ ആയത്തിനേക്കാൾ ഭയാനകമായ ആയത്ത് ഖുർആനിലില്ല. ഏതായത്ത്? ഇനിയോടെ 3 ആയത്ത്. ഫദൂഖു ഫലൻ നസീരകും ഇല്ലാ അദാബാ. ഇതാണ് ഖുർആനിലെ ഏറ്റവും കഠോരമായ ആയത്ത്. ഇതാണ് ഫദൂഖു. ആ ദിവസം അവരോട് പറയപ്പെടും, അനുഭവിച്ചോളൂ. ഫലൻ നസീരകും നിങ്ങൾക്ക് ഞാൻ കൂട്ടിത്തരുകയില്ല, ഇല്ലാ അദാബ ശിക്ഷയല്ലാതെ. അപ്പൊ ഓരോ സെക്കൻഡിൽ നിങ്ങൾക്ക് ശിക്ഷ കൂട്ടിക്കൊണ്ടേയിരിക്കും. നരകത്തിൽ ഒരാൾ കിടന്നിട്ട് 1000 കൊല്ലമൊക്കെ കഴിഞ്ഞാൽ അയാൾ ആലോചിച്ചു, നിന്റെ 1-ാം ദിവസത്തിലേക്ക് മടങ്ങി എത്ര നന്നായിരുന്നു.
അത്രയും ഭയാനായിരിക്കും. എന്താണ് ഖുർആനിലെ ഏറ്റവും ഭയാനകമായ ഈ ആയത്താണ്, ഫദൂഖു ഫലൻ നസീദക്കും ഇല്ലാ അദാബ.